ഗീതാശാസ്ത്രത്തിന്റെ താല്പര്യം ആണ് അവസാനം പറഞ്ഞു നടത്തിയത്. കർമ്മത്യാഗത്തെക്കുറിച്ചും ഈശ്വര ശരണാഗതിയെക്കുറിച്ചും അങ്ങനെ ദുഃഖ നിവൃത്തിയെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആ വിഷയത്തെക്കുറിച്ച് ഇനിയൊന്നും പറയാനില്ല. എന്നാൽ ഇനി അവശേഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായി വരുന്ന എന്താണ്? ശാസ്ത്ര സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നു. പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇതം ശാസ്ത്രം തേ തവ ഹിതായ മയാ ഉക്തം, നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാനത് ഉപദേശിച്ചതാണ്. സംസാര വിച്ഛിത്തയെ, ഈ സംസാര മോചനത്തിന് വേണ്ടി പറഞ്ഞു, അതിന്റെ നാശത്തിന് വേണ്ടി പറഞ്ഞു. ഇത് അതപസ്കായ തപോരഹിതായ നവാച്യം, തപസ്സില്ലാത്തവനോടുകൂടി ഇത് പറയണ്ട എന്നാണ്. തപസ്സില്ലാത്തവനോടുകൂടി ഇത് പറയണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞത് ഇതിന്റെ ഫലത്തെ കണ്ടുകൊണ്ട് പറയുകയാണ്. തപസ്സുള്ളവനിൽ മാത്രമേ ഇതിന്റെ പ്രധാനമായ ഫലത്തെ കൊടുക്കത്തുള്ളൂ. തപസ്സുള്ളവനെ ഇത് ഗ്രഹിക്കാൻ പറ്റും. പലതവണ പറഞ്ഞല്ലോ, ഇതി ഗുഹ്യതമം ഗുഹ്യാത് ഗുഹ്യതരം മയ എന്നെല്ലാം പറഞ്ഞു. അത് ഇതിന്റെ തത്വം അതിസൂക്ഷ്മമായിരിക്കുന്നതുകൊണ്ടാണ്. അതിസൂക്ഷ്മമായിരിക്കുന്ന ഈ തത്വത്തെ പ്രാകൃത ബുദ്ധിക്ക്, ബഹിർബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് ആധ്യാത്മികമായ ഭാഷയിൽ പറയുകയാണ്. നമ്മളതിനെ ലൗകിക ബുദ്ധി കൊണ്ട് ഗ്രഹിക്കരുത്. എന്നിട്ട് ഗീതയിൽ സോഷ്യലിസം ഇല്ലെന്നോ സമത്വം ഇല്ലെന്നോ ഒന്നും പറയരുത്. ഇവിടെ അതല്ല ചർച്ച ചെയ്യുന്നത്. ആധ്യാത്മിക തലത്തിലാണ് ഈ കാര്യത്തെ കാണേണ്ടതും പറയേണ്ടതും. അവിടെ ഇതിന് അർഹനുണ്ട്, യോഗ്യനുണ്ട്. എന്തായാലും ഇത് ഫലം ചെയ്യണമെങ്കിൽ ഇത് ഗ്രഹിക്കണം. അടുത്തിനി പറയുന്നുണ്ട്, ഇത് പാരായണം ചെയ്യുന്നതിന്റെ പ്രയോജനം പറയുന്നു, ഇത് കേൾക്കുന്നതിന്റെ പ്രയോജനം പറയുന്നുണ്ട്, അതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മുഖ്യമായ ഫലമെന്ന് പറയുന്നത് എന്താണ്? സംസാര നിവൃത്തിയാണ്. ആ സംസാര നിവൃത്തി ഉണ്ടാകണമെങ്കിൽ ഒരുവനിത് ഈ ഉപദേശത്തെ ഗ്രഹിക്കണം. ഉപദേശത്തെ ഗ്രഹിക്കണമെങ്കിലോ അതിനുള്ള അർഹത അവന് വേണം. ഗ്രഹിക്കുന്നതിനുള്ള അർഹത വേണം. ഗ്രഹിക്കുന്നതിനുള്ള അർഹത എങ്ങനെ ഉണ്ടാവും? തപസ്സുകൊണ്ടേ ഉണ്ടാവും. അവന്റെ അന്ധക്കരണ ശുദ്ധി കൊണ്ട്, അവന്റെ കർമ്മശുദ്ധി കൊണ്ട് എല്ലാം ഉണ്ടാകേണ്ടതാണ്. അതൊന്നും ഇല്ലാത്തവനോട് പറഞ്ഞിട്ട് പ്രയോജനമില്ല. അതാ പറയുന്നു. അതാണ് തപോരഹിതായ നവാച്യം. തപസ്സിനെ അഭക്തായ ഗുരു ദേവഭക്തിരഹിതായ. ഇവൻ തപസ്സിയാണെങ്കിലും ശരി, തപസ് ചെയ്യുന്നവനാണ്. തപസ്സും പല താല്പര്യത്തോടുകൂടിയാണ് ചെയ്യുന്നത്. വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കാമനകളോടുകൂടി ചെയ്ത് ലൗകികമായ ഭൗതികമായ പലതും ആർജിക്കണമെന്ന് വിചാരിക്കുന്നവനോട് ഈ തപസ്, അതിനുവേണ്ടിയുള്ള തപസ് ചെയ്യുന്നവനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവനിത് ശ്രദ്ധിക്കത്തില്ല. അമ്പലത്തിൽ പോവുകയും തൊഴുകയും നമുക്കറിയാം, എല്ലാം ചെയ്യുന്നവനോട് ഗീത പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. അവിടെ ഇരുന്നു അവൻ ഭഗവാനെ തൊഴും. പക്ഷേ ഗുരുവായൂരപ്പന്റെ മുമ്പിലിരുന്ന് ഗീത വ്യാഖ്യാനിച്ചാൽ അത് അവിടെ ചെല്ലുന്നവരത് കേൾക്കാൻ നിൽക്കത്തില്ല. ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് തിരിച്ചു പോരും. കാരണം എന്തുകൊണ്ട്? അവന്റെ താല്പര്യം എന്ന് പറയുന്നത് ആർത്തിയാണ്. ആർത്ഥനും അർത്ഥാർത്ഥിയാണ്. അപ്പൊ അവൻ ഭഗവാനോട് ആവശ്യപ്പെട്ട ഭഗവാൻ അഭ്യുദയങ്ങളെല്ലാം നൽകും എന്ന് കരുതിയാണ് അവൻ അവിടെ ചെല്ലുന്നത്. ഭഗവാന്റെ ഉപദേശം കേൾക്കാനല്ല. ഭഗവാൻ തന്റെ ആ പ്രതിമാരൂപം വെടിഞ്ഞ് ദേവരൂപത്തിൽ വന്നതെന്ന് ഉപദേശിച്ചാലും ശരി, അവൻ പറയും ഇത് കേൾക്കാനല്ല ഞാൻ വന്നത്, ഞാൻ ചോദിച്ചു തരാമെങ്കിൽ ഇവിടെ നിൽക്കാമെന്ന് പറയും.
എന്തുകൊണ്ട്? അതിലൂടെ പറയുന്നത് അതിനുവേണ്ടി എന്ത് കഷ്ടപ്പാട് വേണമെങ്കിലും ചെയ്യും, എത്ര പണം വേണമെങ്കിലും ചെലവാക്കും. ഭഗവാനെ സ്വർണം കൊണ്ട് പൂശും. പക്ഷേ അവനിൽ യഥാർത്ഥമായ ഭക്തിയില്ല. നേരത്തെ പറഞ്ഞല്ലോ, ജിജ്ഞാസയില്ല. അവനാണ് യഥാർത്ഥ ഭക്തനെന്ന് പറഞ്ഞു. അർത്ഥോ ജിജ്ഞാസുര അർത്ഥാർത്ഥി. ജിജ്ഞാസ ഭക്തി അവനില്ല. തപസ്യാണെങ്കിലും കാമനകൾക്ക് വേണ്ടി തപസ് ചെയ്യുന്നവനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അവന് ഉപദേശമല്ല ആവശ്യം, അവന് വേണ്ടത് മറ്റെന്തെങ്കിലുമാണ്. അത് ഭഗവാൻ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് പറയുന്നു തപസ്സിനേക്ക് അഭക്തായ ഗുരു ദേവഭക്തിരഹിതായ. ഗുരുവിനും ദേവനിലും യഥാർത്ഥ ഭക്തിയില്ലാത്തത്. ഗുരുവിനും ദേവനുള്ള യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? സംസാര മോചനത്തിന് വേണ്ടി ഉള്ള ഭക്തി, അതിനുവേണ്ടിയുള്ള ശരണാഗതി. ലൗകിക കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള ശരണാഗതിയല്ല. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ശരണാഗതി, അതില്ലാത്തവനാണ് ഭക്തിയില്ലാത്തവൻ എന്ന് പറയുന്നത്. മറ്റത് അവന്റെ കാര്യം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കേവലമായ കാമന മാത്രമാണ്, അത് ഭക്തിയല്ല. അതിന് കാമന എന്നേ പറയാൻ പറ്റും. മറ്റു വിഷയങ്ങളോട് തോന്നുന്ന കാമന അവന് ഭഗവാനോടും തോന്നുന്നു. അതിന് പ്രേരകമായിരിക്കുന്നത് ഭൗതിക കാമമാണ്. അതിനെ ഭക്തിയെന്ന് വിളിക്കാൻ ഒക്കത്തില്ല. മനുഷ്യൻ അമ്പലത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് കാണിക്കുന്നതൊന്നും ഭക്തിയല്ല, അത് കാമനയാണ്. ഗുരുഭക്തിയല്ല, ദേവഭക്തിയല്ല. കാരണം അവിടെ ഭൗതികമായ കാമനയാണ് വ്യക്തമായും. അതിനെങ്ങനെ ഭക്തി എന്ന് പറയാൻ പറ്റും? അതുകൊണ്ട് പറയുന്നു, അങ്ങനെയുള്ള അതിനു വേണ്ടി അവൻ എന്ത് തപസ് ചെയ്താലും ശരി, അവനോട് കഥാചന കസ്യാഞ്ചിത് അപ്യവസ്ഥായ വാച്യം, അവനോടിത് പറയേണ്ട കാര്യമില്ല. കാരണം പ്രയോജനമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. പറഞ്ഞാൽ പ്രയോജനം വേണമല്ലോ, അതില്ലാത്തതുകൊണ്ട് അത് പറയണ്ട. ഭക്ത തപസ്യ വിസൻ അശുശ്രൂഷുർ യോ ഭവതി തസ്മൈ അഭിനവാച്യം. അവന് ഭഗവാനിൽ ഭക്തിയുണ്ട്, തപസ്സും ചെയ്യുന്നുണ്ട്. പക്ഷേ അവന് ഗീത കേൾക്കുന്നതിന് ഇഷ്ടമില്ല. അങ്ങനെ നമ്മൾ കാണാറുണ്ടല്ലോ. അശുശ്രൂഷു, കേൾക്കാൻ ഇഷ്ടമില്ല. ഇത് ഭഗവാന്റെ ഉപദേശമാണെന്നറിയാം. ആള് നല്ലവനാണ്, മോക്ഷം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവന് ഭക്തിയുണ്ട്. തപസ്സെന്ന് പറയുന്നത് അവൻ എന്ത് ത്യാഗവും ചെയ്യും. പക്ഷേ ഭഗവാന്റെ ഉപദേശം കേൾക്കുന്നതിന് അവന് താല്പര്യമില്ല. അവനെ ബലമായി പിടിച്ച് മുമ്പ് കൊണ്ടിരുത്തി ഇത് പറയരുത് എന്നാണ്. കാരണം അവനും ഇത് പ്രയോജനം ചെയ്യത്തില്ല. അവന്റെ ഭക്തിക്കും അവന്റെ തപസ്സിനുമൊക്കെ അതാത് പ്രയോജനം ഉണ്ടാവും. ഇതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് എന്താണ്? സംസാര നിവൃത്തി. അവന് സംസാര നിവൃത്തിക്കുള്ള സമയമായിട്ടില്ല. അത് ഭഗവത് ഉപദേശത്തിലൂടെ സാധ്യമാകും. അപ്പം അതിനുള്ള സമയമായിട്ടില്ല. അവനോടും തൽക്കാലം പറഞ്ഞ് സമയം കളയേണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് ബലം പ്രയോഗിച്ച് കേൾപ്പിക്കേണ്ട കാര്യമില്ല. അതൊന്നും പ്രയോജനമില്ല. അവൻ ആ സമയം കൂടി ഇരുന്ന് തപസ് ചെയ്തിട്ട് അതും എല്ലാം അറിഞ്ഞുകൊണ്ട് ഭഗവാൻ പറയുകയാണ്. ഇത് ചിലവില്ലാത്തിടത്ത് വിൽക്കാൻ പോകരുതെന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. ആദ്യം മാർക്കറ്റ് നോക്കണം, എന്നിട്ട് വേണം നമ്മുടെ പ്രൊഡക്റ്റ് ഇറക്കാൻ. അത് പറയുന്നു. പിന്നെ അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക, അവർക്കെന്താണോ ആവശ്യം അത് കൊടുക്കുക. അല്ല ഗീത കൊടുക്കരുതെന്നാണ്. എന്നുവെച്ച യോ മാം വാസുദേവം പ്രാകൃതം മനുഷ്യം മത്വ അഭ്യസ്യതി ആത്മപ്രശംസാദി ദോഷാധ്യാരോപണേന മമ ഈശ്വരത്വം അജാനൻ ന സഹദേ അസോ അപി അയോഗ്യ തസ്മൈ അപി ന മന്ത്രം.
ഭഗവാൻ ഉപദേശിച്ചവനെ അംഗീകരിക്കാത്തവൻ. ഉപദേശിക്കുന്നവനിൽ ദോഷങ്ങൾ കാണുന്നവനോട് ഇത് പറയരുത്, പറഞ്ഞിട്ടും പറയുന്നു. ഭഗവാനിൽ എന്ത് ദോഷമാണ് കാണുന്നത്? ആത്മപ്രശംസാദി ദോഷങ്ങൾ ആരോപിക്കും. അതിനാണ് ഇവിടെ അഭ്യസൂയ എന്ന് പറയുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, ഞാനാണ് സൂര്യനായത്, ഞാനാണ് ചന്ദ്രനായത്, സ്വന്തം വിഭൂതികളെ കുറിച്ച് പറയുന്നു. ഇതെല്ലാം കേട്ടുകഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരുത്തൻ പറയാം, ഇതൊക്കെ തന്നെ പ്രശംസിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അങ്ങനെയൊന്നും ഒരാൾക്കാകാനൊന്നും ഒക്കത്തില്ല. ഒരാൾക്ക് അങ്ങനെ ഇന്ദ്രനും ചന്ദ്രനും എല്ലാം ആകാൻ പറ്റും? സാധാരണ മനുഷ്യന് ആത്മപ്രശംസയെന്ന് തോന്നാവുന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഈ ആത്മനിഷ്ഠമായി പറയുമ്പോൾ, സർവാത്മഭാവത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ വളരെ വളരെ കാര്യങ്ങൾ. അതാണ് നമ്മൾ വിഭൂതി വിസ്തരത്തിനും വിശ്വരൂപ ദർശനത്തിനുമെല്ലാം മനസ്സിലാക്കിയതാണ്. ഇത്തരം കാര്യങ്ങളെ അതേപടി അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള ബുദ്ധിമാന്മാരും യുക്തിചിന്തകരും എല്ലാം ഉണ്ട്. അവർ പറയും എന്താണോ, ഗീതയിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം. ചില തത്വങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അംഗീകരിക്കാം. പക്ഷേ മറ്റു കാര്യങ്ങളൊന്നും, വിശ്വരൂപ ദർശനം പോലെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. അതെല്ലാം മറ്റെന്തോ കാര്യങ്ങൾ പറഞ്ഞാണ്. ഭഗവാൻ അങ്ങനെ വിശ്വരൂപത്തെ കാണിക്കാനൊക്കത്തില്ല, ഭഗവാൻ അങ്ങനെ വിഭൂതികളൊന്നും സാധ്യമല്ല, അതിൻ്റെയൊക്കെ അർത്ഥം വേറെയാണെന്ന് പറഞ്ഞ് പിന്നെ മറ്റു തരത്തിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന യുക്തി ചിന്തകരൊക്കെയുണ്ട്. അവർക്കും ഇത് പ്രയോജനം ചെയ്യത്തില്ല. ഭഗവാൻ എങ്ങനെ വെളിപ്പെടുത്തിയോ അതുപോലെ മനസ്സിലാക്കാതെ ഭഗവാന്റെ ഉപദേശങ്ങൾ പ്രയോജനം ചെയ്യത്തില്ല. അതാണ് യോ അഭ്യസൂയതി, എന്നിൽ തന്നെ അസൂയയോടുകൂടി കാണുന്നവർ. അതുകൊണ്ട് ഗുരുക്കന്മാരുടെ വിഭൂതികൾ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാവും. അല്പനായ അജ്ഞനായ മനുഷ്യൻ എന്താണ്, തനിക്കിതൊന്നും സാധ്യമാകുന്നില്ലല്ലോ എന്ന് തോന്നുന്നു. ശിഷ്യന്മാർക്കും തോന്നുന്നു അസൂയ, തനിക്ക് ഒരു ഗുരുവാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് തോന്നുന്നു. അതിനാണ് അഭ്യസൂയ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ അടുത്ത് ഉപദേശം കൊണ്ട് കാര്യമൊന്നുമില്ല. തല്ലിയാൽ ചിലപ്പോൾ നന്നായെന്നിരിക്കും, ഉപദേശം കൊണ്ട് പ്രയോജനമില്ല. അതാണ് ഇവിടെ പറയുന്നത് അഭ്യസൂയതി. അതല്ലേ ഭഗവാൻ പലരെയും കൊന്നിട്ട് നന്നാക്കുന്നു. അങ്ങനെ നന്നാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത്രയും ക്രൂരനാണോ ഭഗവാൻ? അതും കാരുണ്യം കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ കൊല്ലാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് പറയുന്നു, അത് ഇവിടെ പ്രത്യേകിച്ചും നിർദ്ദേശിക്കുന്നത് യുക്തിയും ബുദ്ധിയും എല്ലാം കൂടുതലുള്ളവരെ കുറിച്ച് പറയുന്നു. അവരെല്ലാം അതിലൂടെ കാണും. അതുകൊണ്ട് പറയുന്നു, മാം വാസുദേവം പ്രാകൃതം മനുഷ്യൻ. വാസുദേവനെ വെറും പ്രാകൃതനായ മനുഷ്യനായി തന്നെ കാണും. മറ്റു മനുഷ്യരെ പോലെ പ്രകൃതി സംഭവന്മാരായ മനുഷ്യർ, ഈ പ്രകൃതിയിൽ നിന്നുണ്ടായത്, ജനിച്ചുപോയ പിറന്നുപോയ മനുഷ്യർ, അതാണ് പ്രാകൃത മനുഷ്യരെന്ന് പറയുന്നത്. ഭഗവാന്റെ അവതാരം അങ്ങനെയല്ല, പിറന്നുപോയതല്ല, സ്വയം ജനിച്ചതാണ്. താൻ അജനായിരുന്നിട്ടും ജനിച്ചു എന്ന് പറയുന്നുണ്ട്. തന്റെ വൈഷ്ണവിയായ മായാശക്തിയെ സ്വീകരിച്ചുകൊണ്ട് മനുഷ്യരൂപത്തെ സ്വീകരിച്ചുവെന്ന് തുടക്കത്തിൽ ഭാഷ്യകാരനും പറയുന്നുണ്ട്. ആ ഒരു പരമാർത്ഥത്തെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അവതാര മഹത്വത്തെ മനസ്സിലാക്കാതെ, ഞാൻ ഒരു മനുഷ്യനാണ്, ഇതും ഒരു മനുഷ്യനാണെന്ന് കരുതുക. എന്തുകൊണ്ട്? മനുഷ്യന്റെ രൂപഭാവങ്ങൾ, മനുഷ്യന്റെ ശരീരം, മനുഷ്യന്റെ വാക്ക്, മനുഷ്യന്റെ ചിന്തകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യനാണെന്ന് ധരിക്കുക. അതാണ് പ്രാകൃതം മനുഷ്യം എന്ന് കരുതിയിട്ട്
ദോഷങ്ങളെല്ലാം, നമ്മിലുള്ള ദോഷങ്ങളെല്ലാം അവിടെയും ആരോപിക്കുന്നു. നമ്മളിരിക്കുന്ന രാഗദ്വേഷാദികളെല്ലാം എന്നിലുണ്ടെങ്കിൽ അത് അവിടെയും കാണും. എന്നിങ്ങനെ ആഗ്രഹിക്കും. മമ ഈശ്വരത്വം അജാനൻ, ഈശ്വരഭാവത്തെ മനസ്സിലാക്കുന്നു. അത് മാനുഷഭാവമല്ല, മനുഷ്യഭാവമല്ല, ഈശ്വരഭാവമാണെന്ന് തിരിച്ചറിയുന്നില്ല. അതും പുണ്യമുള്ളവനെ തിരിച്ചറിയാൻ പറ്റും. എന്നാ സഹതേ, ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഭഗവാന്റെ ഈശ്വരീയതയെ സഹിക്കാൻ പറ്റുന്നില്ല. അതിലവൻ അസഹിഷ്ണുവാണ്. ഇങ്ങനെയൊക്കെ ആകാമോ എന്നാണ്. ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ? ഒരു മനുഷ്യ ശരീരത്തിലിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഈശ്വരനാകാൻ പറ്റും? മനുഷ്യ ശരീരത്തിന്റെ പരിമിതികളെല്ലാം ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നു, വിപരീതമായി ചിന്തിക്കുന്നു. അവിടെ ശ്രദ്ധ കുറയും. ശ്രദ്ധ കുറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശത്തിൽ ചെവിക്കൊള്ളത്തില്ല. നേരത്തെ പറഞ്ഞല്ലോ, പല കൂട്ടരും മഹാത്മാക്കളെ അടുത്തുകൂടി സേവ ചെയ്യുന്നവരിൽ പലരും അവരുടെ ഉപദേശം ശ്രദ്ധിക്കത്തില്ല. നമുക്കറിയാം, അവരെ മണിയടിച്ച് പൂജിക്കും, പക്ഷെ ഉപദേശം ശ്രദ്ധിക്കത്തില്ല. അവരോട് പറഞ്ഞിട്ടും കഥയില്ലെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇന്ന വാക്യം പറയണ്ട, പ്രയോജനം ചെയ്യത്തില്ല. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം? ആരോട് പറയണമെന്നാണ് പറയുന്നത്? ഭഗവതി ഭക്തായ തപസ്സിനെ ശുശ്രൂഷവേ അനസൂയവേ വാച്യം ശാസ്ത്രം ഇത് സാമർഥ്യാദ്യമ്യതേ. ഇവിടെ ഈ ഭഗവാൻ ഇത്രയും ഇന്നാരോടൊന്നും പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആരോട് പറയാമെന്ന് കിട്ടി? ഭഗവാനിൽ ഭക്തി വേണം. അത് മാത്രം പോരാ. ചിലർ പറയും എനിക്ക് ഭക്തിയുണ്ട്, ഇനി മറ്റൊന്നും ആവശ്യമില്ല എന്ന് പറയും. അത് നമ്മുടെ സ്വന്തം അഭിപ്രായമാണ്. അജ്ഞനായ മനുഷ്യന്റെ അഭിപ്രായമാണ്. ഭക്തി മതി, വേറൊന്നും വേണ്ട. ഭഗവാൻ പറയുന്നത് എന്താണ്? ഭക്തി പോരാ, തപസ് വേണം. തപസ്സിനെ അതും വേണം. ചോദിക്കും, ഭക്തിയുള്ളവർക്കെല്ലാം തപസ്സും കാണത്തില്ലേ? അങ്ങനെ കാണണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഭക്തി ഉണ്ടായിട്ട് ഇത്രയും കാലമായി നന്നാവാത്തത്. ഉണ്ടായിരുന്നെങ്കിൽ നന്നായനല്ലോ. അപ്പോൾ തപസ്സും വേണം. ഭക്തി കൊണ്ട് മാത്രം ഒരുത്തം നന്നാവത്തില്ല. അത് മതിയെന്ന് അവകാശവാദം ഉന്നയിക്കുന്നവരുണ്ട്. പക്ഷെ ഭഗവാൻ അതിനോട് യോജിക്കുന്നില്ല. ഞാൻ പറയുന്നതല്ല. എനിക്ക് ഭക്തന്മാരോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ഭഗവാൻ പറയുന്ന അത് പോരാ, തപസ്സും വേണം. ഭക്തിയും തപസ്സും ഉണ്ടായോ മതിയോ? പോരാ. അടുത്ത് പറയുന്നത് ശുശ്രൂഷവേ, ശുശ്രൂഷ വേണം. ഭഗവാന്റെ ഉപദേശത്തെ ചെവിക്കൊള്ളാനുള്ള ആ സന്നദ്ധത കൂടെ വേണം. ശ്രദ്ധയോടുകൂടി അത് കേൾക്കണം. അത്രയും കൊണ്ടും പൂർത്തിയാകുന്നില്ല. അനസൂയവേ, ആ ഈശ്വരീയതയിൽ യാതൊരു കളങ്കത്തെയും ആരോപിക്കാത്തവനായിരിക്കും. അതുകൂടെ വേണം. അറിയാതെയെങ്കിലും ചിലപ്പോൾ അതിൽ കളങ്കങ്ങൾ കണ്ടുപോകും. അതെല്ലാം അലൗകികമാണ്, ദിവ്യമാണ്, ഈശ്വരീയമാണ്. കളങ്കമെല്ലാം തന്റെ മനസ്സിലാണ്. അങ്ങനെ മനസ്സിലാക്കാൻ കഴിവുള്ളവനായിരിക്കും. ഗുരുവിനെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുമല്ലോ, എന്നോട് ഇങ്ങനെ കാണിച്ചു, മറ്റവനോട് അങ്ങനെ കാണിച്ചു, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. ഒരു നിമിഷ നേരത്തേക്കെങ്കിലും ചിന്തിക്കും, പിന്നീട് തിരുത്തിയാൽ. അതാണ് അസൂയ എന്ന് പറയുന്നത്. അതും പാടില്ല. അവനോട് ഉപദേശം കൊണ്ട് പ്രയോജനമില്ല. വാച്യം ശാസ്ത്രം, ഉപദേശം. ശാസ്ത്രം എന്ന് വെച്ചാൽ ഉപദേശം എന്നാണ് അർത്ഥം. നമ്മൾ മുമ്പ് അതിലാ തുടങ്ങിയത്. ഇത് സാമർഥ്യാഗമ്യതയിൽ ഭഗവാന്റെ ഈ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കും. അല്ലെങ്കിൽ ഇത് പ്രയോജനം ചെയ്യത്തില്ല. ഉപദേശിക്കുന്നവന്റെ വിലയേറിയ സമയത്തെ പാഴാക്കണ്ട എന്നാണ്. തത്ര മേധാവിനെ തപസ്സിനെ വാ ഇത്യനയോർ വികല്പദർശന ശുശ്രൂഷ ഭക്തിയുക്തായ തപസ്സിനെ തദ്യുക്തായ മേധാവിനെ വാച്യം. ഭാഷ്യകാരൻ ഒന്നുകൂടെ അതിനെ പരിഷ്കരിക്കുകയാണ്. മേധാവിനെ തപസ്സിനെ വാ എന്നെല്ലാം പറയുന്നു. രണ്ടു കൂട്ടരെ പറയുന്നു. ആ രീതിയിൽ ഇത് വ്യാഖ്യാനിക്കാമെന്ന്.
മേധാവിയായിട്ടുള്ളവൻ, മേധാവി പുരുഷോ വിദ്വാൻ എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. മേധാവി എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ശാസ്ത്ര പാണ്ഡിത്യവും മറ്റുമുള്ളവൻ, അല്ലെങ്കിൽ അതെല്ലാം ഗ്രഹിക്കാൻ ശേഷിയുള്ളവൻ, അവന് മറ്റു ഗുണങ്ങളെല്ലാം വേണം. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. വേറെ കൂട്ടർക്ക് പാണ്ഡിത്യമൊന്നുമില്ല, തപസ്സേ ഉള്ളൂ. പാണ്ഡിത്യമൊന്നും ആർജിച്ചിട്ടില്ല, ബുദ്ധി വൈഭവമൊന്നുമില്ല, ബുദ്ധി തീക്ഷ്ണത അതൊന്നുമില്ല. എന്നാൽ അവന് തപസ്സുണ്ട്. അപ്പോൾ അവിടെ പറയുന്നു അത് രണ്ടുമാകാം. എന്താണ്? ശുശ്രൂഷാഭക്തി എല്ലാം ഉള്ള തപസ്വിയോടും ഇത് പറയാം. അവൻ ബുദ്ധിമാനായിക്കൊള്ളണമെന്നില്ല, അവൻ ശാസ്ത്ര പാണ്ഡിത്യമുള്ളവനായിക്കൊള്ളണമെന്നില്ല, അതൊന്നും വേണമെന്നില്ല. അവനും ഇത് ഫലം ചെയ്യും എന്നാണ്. എന്നുവെച്ചാൽ പാണ്ഡിത്യമുള്ളവനോടെ പറയാവൂ എന്നില്ല എന്നാണ്. തപസ് മതി. അല്ലെങ്കിലോ ശുശ്രൂഷ ഭക്തികളെല്ലാം ഉള്ള മേധാവി, ബുദ്ധിയുള്ളവൻ, പണ്ഡിതൻ, അവനോടും പറയാം. രണ്ടു തരത്തിലുമാകാം. പക്ഷെ എന്തായാലും ശരി, അവന് പാണ്ഡിത്യമുണ്ടോ ബുദ്ധിയുണ്ടോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. അവനിൽ ശുശ്രൂഷയും ഭക്തിയും ഉണ്ടോ എന്നുള്ളതാണ്. അതാണ് മുഖ്യമായിരിക്കുന്നത്. ശുശ്രൂഷയും ഭക്തിയും ഉണ്ടെങ്കിൽ അവനിൽ ബുദ്ധി ഉണ്ടാകാം, ബുദ്ധി ഉണ്ടാകാതിരിക്കാം, തപസ്സുണ്ടാകാം, തപസ്സുണ്ടാകാതിരിക്കാം. അവിടെയെല്ലാം ഇത് ഫലം ചെയ്യും എന്നാണ് പറയുന്നത്. ശുശ്രൂഷാഭക്തി വിയുക്തായ ന തപസ്സിനെ നാപി മേധാവിനെ വാച്യം. പറയുന്നതിന്റെ താല്പര്യം ഭാഷ്യകാരൻ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. നിങ്ങൾക്ക് പാണ്ഡിത്യമുണ്ടോ അല്ലെങ്കിൽ തപസ്സുണ്ടോ അതിവിടെ മുഖ്യമല്ല, അത് ഫലം ചെയ്യുന്നതല്ല. രണ്ടും. അവിടെ ശുശ്രൂഷാഭക്തിയുണ്ടോ, ശുശ്രൂഷയും ഭക്തിയുണ്ടോ. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സേവിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, കേൾക്കുന്നതിനുള്ള താല്പര്യം, അതാണ് ശ്രദ്ധ. അവന് ശ്രദ്ധയും ഭക്തിയും ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രയോജനം ചെയ്യത്തുള്ളൂ. അവന്റെ പാണ്ഡിത്യമോ അവന്റെ തപസ്സോ എന്നത് അതിനുള്ള പ്രാധാന്യം എന്നർത്ഥം. ഭഗവതി അസൂയായുക്തായ സമസ്ത ഗുണവദേവിന വാച്യം. ഇനി പറയുന്നു, ഭഗവാനിൽ ദോഷം കാണുന്നവൻ, ഭഗവാന്റെ ഈശ്വരീയതയിൽ ഇതിലും കുറ്റങ്ങൾ ആരോപിക്കുന്നവൻ, നിന്ദിക്കുന്നവൻ, അവനിൽ ഈ പറഞ്ഞ എന്തെല്ലാം ഉണ്ടായാലും ശരി അവനോടിത് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് മേധ, തപസ്, ഭക്തി, ശുശ്രൂഷ ഇതെല്ലാം ഉണ്ടായാലും ശരി അവൻ ഈശ്വരനിൽ എന്തെങ്കിലും ഒരു ദോഷം, ആ ഈശ്വരീയതയിൽ എന്തെങ്കിലും ഒരു പോരായ്മ അവൻ കാണുന്നുണ്ടെങ്കിൽ പിന്നെ അവനോടിത് പറഞ്ഞിട്ട് കാര്യമില്ല, ഫലം ചെയ്യത്തില്ല എന്നർത്ഥം. ഗുരു ശുശ്രൂഷ ഭക്തിമതേജ വാച്യമീത്യേഷ ശാസ്ത്ര സമ്പ്രദായ വിധി. ഇതാണ് ശാസ്ത്ര സമ്പ്രദായ വിധി. ഗുരു ശുശ്രൂഷ ഭക്തി. ഇവിടെ ശുശ്രൂഷയ്ക്ക് സേവ എന്നുള്ള അർത്ഥം എടുക്കാം, ശ്രവണേച്ഛ എന്നുള്ള അർത്ഥം എടുക്കാം. അതും ഭക്തിയുള്ളവന്, അതാണ് മുഖ്യമായി പറയുന്നത്. അതുള്ളവനോട് ഇത് പറയണം എന്നാണ്. വിദ്യേഷ ശാസ്ത്ര സമ്പ്രദായ വിധി. ഈ ശാസ്ത്ര സമ്പ്രദായം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ ഉപദേശിച്ചു, അർജുനൻ കേട്ടു, അതോടുകൂടി ഇത് അവസാനിക്കുന്നു. ഇതിങ്ങനെ തലമുറകളിലൂടെ പരമ്പരയായി പകർന്നുകൊണ്ടേയിരിക്കുന്നു. അത് ഏതറ്റം വരെ പോയാലും ശരി അവിടെയെല്ലാം ആ ഭഗവത് ഭക്തിയും ഗുരു ശുശ്രൂഷയും തുടർന്ന് തന്നെ പോകണം. ഇതാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. ഇതില്ലാതെ ഒരിടത്തും ഇത് ഉപദേശിക്കാൻ പാടില്ല എന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നിത് മുഖത്ത് നിന്ന് പറഞ്ഞ് ചെവിയിൽ കേട്ടു. ഇന്നിപ്പോ അങ്ങനെയല്ല, പുസ്തകമായി, പിന്നെ കാസറ്റായി, CD-യായി, ഇതിലൂടെയൊക്കെ ആത്മജ്ഞാനം ഉണ്ടാകും. ഇതൊന്നും കൂടാതെ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ലെന്നാണ് പറയുന്നത്.
സീഡി ജ്ഞാനം ഉണ്ടാവും, പക്ഷെ ആത്മജ്ഞാനം ഉണ്ടാവത്തില്ല. അതാണ് ഭഗവാൻ പറയുന്നതിന്റെ താല്പര്യം. എന്തു വേണം അവിടെ? ഭഗവാനുള്ള ഭക്തിയും ഗുരുശുശ്രൂഷയും ഉണ്ടെങ്കിൽ, ഇതാണ് ശാസ്ത്ര സമ്പ്രദായ വിധി എന്ന് ഭാഷ്യകാരൻ പറയുന്നു. എല്ലാ ആചാര്യന്മാരും ഈ കാര്യത്തിൽ യോജിക്കുന്നവരാണ്. ഇതുണ്ടായിരിക്കണം എന്നാണ്. അതാ ഗുരു പരമ്പരയെ സ്മരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഭഗവത് തത്വത്തെ ഒരാൾക്ക് ഗ്രഹിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇദം തേന തപസ്കായ നാ ഭക്തായ കദാചന നച ശുശ്രൂഷവേ വാച്യം നച മാം യോഭ്യസൂയതി യൈമം പരമം ഗുഹ്യം